നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ബൈജു അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേനും പൗലോസ് അവിടെ ഉണ്ടായിരുന്നു. പൗലോസിനോട് ബൈജു ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? റീത്തമ്മ ചേച്ചി വന്നിട്ട് എന്താണെങ്കിലും ആ പെണ്ണിന് നല്ല സുഖമാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അല്ല, നീ ആയിരിക്കുമല്ലേ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേ? അതെ, ഞാനാണ് റീത്തമ്മ ചേച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞേ. ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടൊന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പൊടുപ്പും തേങ്ങലും വെച്ച് പറഞ്ഞുകൊണ്ട് റീത്തമ്മ ചേച്ചി വന്നേ. അതെന്താണെങ്കിലും നന്നായടാ. എന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ വേണ്ടി അവൾ ഒരുങ്ങിയതല്ലേ? അവൾ കൊട്ടാള പണിയായിരിക്കും ഇനി വരാനായിട്ട് പോന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, കേണൽ സാബ് അറിയണ്ട, നമ്മളാണ് ഇതിന്റെ പിന്നിൽ നിന്ന്. അതെ അതെ, അത് ശരിയാ. അറിഞ്ഞിട്ടുണ്ടേ ഭൂകമ്പം ഉണ്ടാകും. പിന്നെ ആൻ്റപ്പച്ചേട്ടൻ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ. ആൻ്റപ്പച്ചേട്ടൻ കേണൽ സാബിന്റെ ആളാണല്ലോ. നമ്മുടെ കൂടെ നിന്നാലും അങ്ങനെയൊന്നും നമ്മളെ ഒറ്റിക്കൊടുക്കാനൊന്നും പോകുന്നില്ലടാ. ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയിച്ചേക്കാനൊക്കെ റീത്തമ്മ ചേച്ചി പറഞ്ഞിട്ടാ പോയെന്ന് പറഞ്ഞു. അതെ അതെ, ഇനി എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയണം. ആ പെണ്ണിനെ ഓടിച്ചു വിടാനായിട്ട് പൗലോസ് എന്നോടൊപ്പം ഞാനും നിൽക്കാന്നൊക്കെ പറഞ്ഞു. അവർക്ക് എങ്ങനെയെങ്കിലും അലീനെ ആ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് റീത്തമ്മ കുളത്തൂപ്പുഴ വീട്ടിൽ നിന്ന് നേരെ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അഞ്ജലിയുള്ള വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ എലിസമ്മയുടെ വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റീത്തമ്മ പിന്നെ പറയണ്ട, അവിടെ ചെന്ന കാര്യങ്ങളും അലീനെ കണ്ട കാര്യങ്ങളെല്ലാം പൊടിപ്പും തേങ്ങലും വെച്ച് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. പോരാത്തന ആംഗ്ലമാരെ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തി. എന്നിട്ടാണ് ഈ അവലോകനം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോഴേക്കും 3-4 ആംഗ്ലമാരുണ്ടല്ലോ, അവർക്കെല്ലാം ദേഷ്യമായി. നീ അതെല്ലാം കണ്ടും കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു. ഞങ്ങളെങ്ങാനും ആയിരിക്കണം അവനെ വലിച്ചു കീറിയിട്ട് പോരുണ്ടായിരുന്നുള്ളൂ. അവനെന്ത് ധൈര്യത്തിനാ? അവനൊരാണാണോ? കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ടോ 10-23 വർഷം കഴിഞ്ഞപ്പോൾ അവളാണ്ട് അന്വേഷിച്ച് വന്നിരിക്കുന്നു. അല്ല, ഇത് മാത്രമുള്ളോ? ഇനിയിപ്പോൾ വേറെ ഉണ്ടോ? അത് കേട്ടപ്പോൾ റീത്താമ്മ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ എവിടെന്നേലൊക്കെ വരുന്നുണ്ടോയെന്നും അറിയാൻ മേല, പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ? എൻ്റെ എലിസമ്മയുടെ കാര്യം, അവളുടെ ജീവിതം തീർന്നു. അല്ലെങ്കിലും അവൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. അവളെപ്പോഴും പള്ളിയും ധ്യാനം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ. കുട്ടികളുടെ കാര്യം പോലും അവൾ നോക്കുന്നില്ല. അതെ, എന്നിൽ അവൾക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ. റീത്തമ്മ ശരിക്കും എലിസമ്മയെ കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. സ്റ്റാൻലി ഉണ്ടാക്കണ പൈസ സ്റ്റാൻലി അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ റീത്തമ്മയെല്ലാം കൈക്കലാക്കി വെക്കുന്നത്. റീത്തമ്മ പറയുന്നതിനപ്പുറം എലിസമ്മയ്ക്കൊന്നുമില്ല, വേദവാക്യമാണ്. അതുകൊണ്ടാണ് റീത്തമ്മയാണ് കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റാൻലിക്കെതിരെ മക്കളെ പോലും തിരിച്ചു വെച്ചിരിക്കുന്ന റീത്തമ്മയാണ് താനും. അങ്ങനെ റീത്തമ്മ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കണം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കുമെന്നാ തോന്നേ. അവളുടെ മട്ടും ഭാവവും നിപ്പോ കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ കുഞ്ഞു പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ഒട്ടും വൈകണ്ട, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. ദേ, പെട്ടെന്ന് അങ്ങോട്ട് ഇന്ന് ഇടിച്ചു കയറാനൊന്നും പറ്റില്ല എന്ന് സ്റ്റീഫൻ പറഞ്ഞു. അയാളുടെ കയ്യിലെ നല്ല ഒന്നാന്തരം പട്ടാളത്തിലെ തോക്കുണ്ട്. അയാളുടെ സ്വഭാവം അറിയാലോ, പെട്ടെന്ന് മുറി രണ്ടെന്നാ. ഇതിനു മുമ്പ് പോയപ്പോഴത്തെ അനുഭവം ഉണ്ടല്ലോ. പിന്നെ പോരാത്തിന് കുറേ നായ്ക്കളും ഉണ്ട്. അയാളൊന്ന് കഴിഞ്ഞൊടിച്ചാൽ മതി, ആ മറ്റകളെല്ലാം കൂടെ നമ്മെ കടിച്ചു കീറും. പിന്നെ പട്ടികൾ അവിടെ നിൽക്കത്തുള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, അച്ഛന് ധൈര്യമുണ്ടോ എന്ന് അച്ഛൻ കുഞ്ഞിനോട് സ്റ്റീഫൻ ചോദിച്ചു. ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ പോയി ഏറ്റുമുട്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ എങ്ങോ ചെല്ലാം. അല്ല, ഇനിയിപ്പം നമ്മൾ മാത്രമായിട്ട് പോകണ്ട, ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. നമ്മൾ മാത്രം ചെന്നിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ സ്റ്റാലിൽ നമ്മളെ അവിടെ നിന്ന് ഓടിക്കാൻ ചാൻസ് ഉണ്ട്. വേണ്ടപ്പെട്ടവരെയും കൂടെ കൂട്ടിക്കൊണ്ടേലാം. പള്ളിയിൽ നിന്ന് വേണേൽ അച്ഛനെയോ എല്ലാവരെയും കൂടെ ആയിട്ട് ചെല്ലാം. എല്ലാവരും കൂടെ അറിയട്ടെ സ്റ്റാൻലിയുടെ തീരുമാനം എന്താണെന്ന് പറയട്ടെ. പിന്നെ ഒരു കാര്യം, ചെന്ന് കഴിയുമ്പോൾ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. മക്കളുടെ പേരിലേക്കും അതുപോലെ തന്നെ എലിസമ്മയുടെ പേരിലേക്കും വേണ്ട വീതമൊക്കെ എഴുതി മേടിക്കണം. ഇനിയിപ്പം നാളെ അല്ലെങ്കിൽ അവൾ മൊത്തം കൈക്കലാക്കും. എലിസമ്മയും മക്കളും വഴിയാതാകുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ റീത്താമ്മ പറഞ്ഞു, അത് ശരിയാ. സ്റ്റാൻലിക്ക് എന്നെ കണ്ടപ്പോൾ ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പൗലോസ് വരെ പറഞ്ഞത് ആ പെണ്ണ് ആള് കേമിയാന്നാ പറഞ്ഞേ. ചെന്ന സമയം കൊണ്ട് പൗലോസിനെ വരെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടിലെ ജോലിക്കാരനെ പോലും ഓടിക്കാൻ ശ്രമിച്ചെങ്കിൽ അവള് ചില്ലറക്കാരിയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അതെ അതെ, അതും കൂടി നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം ചെല്ലാനായിട്ട്. അപ്പോഴേക്കും സ്റ്റീഫൻ പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ ആകെപ്പാടെ നാണക്കേടാകുന്ന ലക്ഷണമുണ്ട്. അതൊക്കെ ഇപ്പോൾ റീത്താമ്മ വെച്ചു, നമ്മളെന്തിനാ നാണം കിടന്നേ?
അയാൾ നാണം കേട്ടാൽ പോരെ ആ സ്റ്റാലിൻ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, എൽസമ്മയ്ക്കും മക്കൾക്ക് നാണക്കേടല്ലേ, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന കാര്യമാണോ? പറയുമ്പോൾ നമ്മളെല്ലാം പറയാനുള്ളൂ ഈത്താമ്മേ. ഒരു കാര്യം ഞാൻ പറയാം, സ്റ്റാലിയുടെ സന്തതി ആണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറപ്പിക്കാൻ നോക്കണം. അല്ല, അവളെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അത് കേട്ടപ്പോൾ റീത്താമ്മ പറഞ്ഞു, ഒരു നിമിഷം അവളെ കണ്ടപ്പോൾ ഞാനാ ഞെട്ടിപ്പോയത്. അവൾക്ക് ആ മരിച്ചുപോയ സ്റ്റാലിയുടെ അമ്മയുടെ അതേ ഷേപ്പാന്ന് പറഞ്ഞു. സ്റ്റാലിയുടെ അമ്മയുടെ ഷേപ്പോ? അതെ, മുമ്പ് ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ കുഞ്ഞു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് സ്റ്റാലിയുടെ മോള് തന്നെയെന്ന് പറഞ്ഞു. അതെ, അല്ല ഇതിനു മുമ്പ് എവിടെയായിരുന്നു അവള്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഏതോ അനാഥാലയത്തിലായിരുന്നോ മറ്റോ എന്നാ ബൈജു ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞേ. അവനും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഒരു ദിവസം മോളാന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി പോലും അവർക്ക് അറിയത്തില്ല ഏത് വകയിലുള്ള മോളാന്ന്. കുറേ വർഷക്കാലം അനാഥാലയത്തിലായിരുന്നോ, 10-23 വർഷം. പിന്നെ അവിടുന്ന് എന്ന് കൂട്ടിക്കൊണ്ട് വന്നാന്നോ അങ്ങനെയൊക്കെ പറയണു. അല്ല, അപ്പൊ അവളുടെ തള്ള ജീവിച്ചിരിപ്പില്ലേ? അതറിയത്തില്ല, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അത് കേട്ടപ്പോഴത്തേനും സേവിച്ചൻ പറഞ്ഞു, അല്ല ഈ പുനലൂര് കാര്യം വിവരമൊന്നും അറിഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. അവരറിഞ്ഞു കാണുമല്ലോ. അതും പോരാഞ്ഞിട്ട് അത് കുടിച്ചാൻ അറിഞ്ഞിട്ടുണ്ട് വെറുതെ ഇരിക്കുവോ? എന്താണെങ്കിലും പോയി ചോദിച്ചു കാണാം. നമുക്കൊരു കാര്യം ചെയ്യാം, റോബർട്ടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് സേവിച്ചൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. സേവിച്ചൻ പോയിട്ട് റോബർട്ടിനെ വിളിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അതേ സമയത്ത് സ്റ്റീഫൻ പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബംഗ്ലാവും തോട്ടമൊക്കെ അവളുടെ പേരിലിരിക്കുമല്ലോ. അതൊന്നും ഒരു കാരണവശാലും ഇല്ല. അതിനു മുമ്പ് തന്നെ എന്താണെങ്കിലും എലിസമ്മയുടെ മക്കളുടെ പേരിലേക്ക് മാറ്റണം. സ്റ്റാലി അവൾക്ക് വേണേൽ എന്തെങ്കിലും ഇത്തിരി നക്കാപ്പിച്ച് കൊടുത്ത് ഒഴിവാക്കാൻ നോക്കട്ടെ. അല്ലാതെ ഉള്ള സ്വത്തുക്കൾ മൊത്തം കൈയടക്കി വെക്കാനൊന്നും സമ്മതിക്കുന്ന കാര്യമല്ല. അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് റോബർട്ടിനെ വിളിച്ച് അവതുക്കുടിച്ചാൻ്റെ മകനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ആ സമയം അവതുക്കുടിച്ചാൻ വീട്ടിലേക്ക് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവതുക്കുടിച്ചാന് എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും റോബർട്ട് അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, അപ്പച്ച അവളുടെ കാര്യം എന്തായെന്ന് ചോദിച്ചു. ആരുടെ? അല്ല, അപ്പച്ചൻ പറഞ്ഞല്ലോ അവിടെ ഒരു പെണ്ണുണ്ടെന്നുള്ള. ഇപ്പോഴാണ്ടേ അവർ അഞ്ജലിന്ന് എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ഇന്ന് റീതാമ്മ ചേച്ചി പോയിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് അവളെ കണ്ടെന്നൊക്കെ. അതാണോ വലിയ കാര്യം? അവത് കുടിച്ചാൽ മൈൻഡ് ചെയ്തുമില്ല. അപ്പച്ചനോട് ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറഞ്ഞു. എടാ, അവൾ അവിടെ ഉണ്ട്. അല്ല, അപ്പച്ചൻ അവളെ ഓടിക്കാനാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് എന്തു പറ്റി? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ അപ്പച്ചൻ്റെ ഒരു കാര്യം അപ്പച്ചൻ എന്ത് വർത്താനാ പറയണേ? അപ്പോൾ അവളെ ഓടിക്കുന്നില്ലേന്ന് ചോദിച്ചു. പിന്നെ എങ്ങോട്ട് ഓടിക്കാനായിട്ട്? അത് പാവം പിടിച്ചൊരു വെങ്കൊച്ച. പിന്നെ പാവം മിക്കവാറും ലാലിച്ചാൻ്റെ സ്വത്തുക്കളൊക്കെ അടക്കി പിടിക്കാൻ വന്നായിരിക്കും. എല്ലാം തട്ടിയെടുക്കാനായിട്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കുറേ പൂതനകളൊക്കെ ഉണ്ട്. എടാ റോബർട്ടെ, അവളെ കണ്ടാൽ നിന്റെ സംശയങ്ങളെല്ലാം മാറും. എന്ത്? അവളെൻ്റെ ചിന്നമ്മയാടാ. ചിന്നമ്മയോ? അപ്പച്ചൻ്റെ വയസ്സും പ്രായമായി കഴിഞ്ഞപ്പോൾ കണ്ണിന് കാഴ്ചശക്തി പോയോ? എടാ, നീ അവളെ ഒന്ന് കണ്ടാൽ മതി, അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞു. പക്ഷെ റോബർട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പച്ചനിത് എന്ത് കണ്ടിട്ടാ ഇങ്ങനെ പറയണേ? എടാ, ലാലിച്ചൻ ഒന്ന് കാണാതെ വെറുതെ അവളെ പിടിച്ചെടുത്തുന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ലാലിച്ചൻ്റെ മോള് തന്നെയാ. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ടെസ്റ്റിൻ്റെ കാര്യമൊന്നുമില്ല, അത് മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞു. പക്ഷെ റോബർട്ടിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതെനിക്ക് അങ്ങ് അംഗീകരിച്ചു തരാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? എന്തൊരു നാണക്കേടാ. ഇനി എവിടുന്നേലൊക്കെ ഇങ്ങനെ വരാനുണ്ടോ? അത് മാത്രമല്ല, പുനലൂര് അഞ്ജലിന്ന് ഓരോരുത്തരൊക്കെ പുനലൂർക്ക് വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ എൽസമ്മ ചേച്ചിയുടെ വീട്ടുകാർ ആകെപ്പാടെ നാണക്കേടാ. അല്ല, നിന്നെ എന്തിനാടാ വിളിക്കുന്നത്? അവർക്ക് സ്റ്റാലിനെ വിളിക്കാമല്ലോ. പിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചാലും മതി. അതിന് ലാലിച്ചാന് എന്തേലും അംഗീകരിച്ചു കൊടുക്കുവോ? അങ്ങോട്ട് ചെല്ലുമ്പോൾ തോക്കും പിടിച്ചോണ്ട് നിൽക്കത്തില്ലേ? അതൊക്കെ ശരി തന്നെയാ. ഇനിയിപ്പം അഞ്ചലിലുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെങ്ങ് ചെയ്യട്ടെ. എടാ, അവരെന്നല്ല, ഇനിയിപ്പം ആകാശം ഇടിഞ്ഞു വീണാലും ലാലിച്ചാൻ അവളെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. നിന്റെ പറഞ്ഞു വിടത്തില്ലെന്നോ? അതെ. എടാ, ലാലിച്ചനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. അവൾ കണ്ടു അവനെ മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞു. മാറ്റിയെടുക്കാനാ? പിന്നെ നീ കണ്ടോടാ, പാറ പോലെ ഇരിക്കുന്ന ആളാ. ഇപ്പൊ കണ്ടോ, പതുക്കെ പാറയൊക്കെ പൊട്ടാൻ പോകുന്നുള്ളൂ. അത് അവളുടെ ഒറ്റ ഒരാളുടെ കഴിവുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നിനക്കറിയാവോ? ശരിക്കും പറഞ്ഞ അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഓർത്താ എനിക്ക് പോലും ഇപ്പൊ ലജ്ജ തോന്നുന്നുണ്ട്. അടുക്കള വരെ ദൂരത്തായിരുന്നല്ലോ. അവിടെ 2 ദിവസം കൊണ്ട് അതൊക്കെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ റോബർട്ട് പറഞ്ഞു, അപ്പൊ അപ്പച്ചനും അവളുടെ സൈഡല്ലേ? എടാ, അവൾ അത്ര നല്ല പെങ്കൊച്ചാടാ. നമ്മൾ ആരാണെങ്കിലും അവളുടെ സൈഡ് പറഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞു. അത് റോബർട്ടിന് ഇഷ്ടപ്പെട്ടില്ല. എന്താണെങ്കിലും ഇതിനെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ലാൽച്ചൻ അവിടെ പൊത്തിനകത്ത് കയറി ഇരുന്നാൽ മതി. ബാക്കിയുള്ള മനുഷ്യന്മാരിലെ ഇറങ്ങി നടക്കുന്നേ, അവർക്കും അതിൻ്റെ വേദനയും വിഷമം അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കടന്ന് ദേഷ്യപ്പെടുവാണ്.
ആ സമയം ഒതുക്കുട്ടി ചായ പറഞ്ഞു, നീ എന്നല്ല ഇനിയിപ്പം അഞ്ചലിലുള്ളവർ മുഴുവൻ ചെന്ന് പറഞ്ഞാലും അവൻ്റെ അടുത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ല മോനെ. അവൻ എന്താണല്ലോ അവളെ പറഞ്ഞു വിടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.